2035 ഇന്ത്യൻ ബഹിരാകാശത്ത് സ്വന്തം നിലയം തുറക്കുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോഴത്തെ രാജ്യാന്തര ബഹിരാകാശ നിലയം പോലെ. ഇപ്പോഴത്തെ രാജ്യാന്തര ബഹിരാകാശ നിലയം 2031 തിരിച്ചിറക്കുമെന്നാണ് വലിയ അഭ്യൂഹമുള്ളത്. നമ്മൾ ആകാശത്തൊരു കൂടൊരുക്കുമ്പോൾ ഊർജവും വെള്ളവും ഒരുപോലെ ആവശ്യമുണ്ടാകും. ഇത് രണ്ടും തരുന്ന ഒരു സാങ്കേതിക വിദ്യ ISRO ഇപ്പോൾ പരീക്ഷിച്ചിരുന്നു. ഫ്യൂവൽ സെൽ. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള രാസപ്രവർത്തനത്തിൽ നിന്നുള്ള ഊർജം വൈദ്യുതിയാക്കി മാറ്റിയാണ് ഫ്യൂവൽ സെൽ പ്രവർത്തിക്കുന്നത്. പ്ലാറ്റിനം ത്വാരകവും ഇതിനുള്ളിലുണ്ടാകും. വെള്ളമാണ് ഇവയിൽ നിന്നും അവശിഷ്ടമായി പുറത്തു വരുന്നതിനാൽ മലിനീകരണവുമില്ല. PSLV C-58 എന്ന ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റിന്റെ ഒരു ഭാഗം ISRO ബഹിരാകാശത്ത് നിലനിർത്തിയിട്ടുണ്ട്. പോയം എന്നറിയപ്പെടുന്ന ഈ ഭാഗം ഒരു പരീക്ഷണശാല കൂടിയാണ്. ഇവിടെയാണ് പരീക്ഷണം നടന്നത്. നമ്മുടെ അഭിമാനമായ ആദിത്യ L1 ദൗത്യത്തെ വഹിച്ചുകൊണ്ടുപോയ ദൗത്യമാണ് നാസയ്ക്കാണ് പ്രധാന നേതൃത്വമെങ്കിലും ബഹുരാഷ്ട്ര പങ്കാളിത്തത്തോടെയാണ് രാജ്യാന്തര ബഹിരാകാശ നിലയം വിഭാവനം ചെയ്തതും സ്ഥാപിച്ചതും. 1984 US പ്രസിഡന്റായിരുന്ന റൊണാൾഡ് റീഗനാണ് പദ്ധതി ആവിഷ്കരിച്ചത്. 1998 നിർമ്മാണം തുടങ്ങിയ രാജ്യാന്തര ബഹിരാകാശ നിലയം 2011 പൂർണ്ണാർത്ഥത്തിൽ യാഥാർത്ഥ്യമായി. ഇപ്പോഴും പുതിയ ദൗത്യങ്ങളും പരീക്ഷണങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. 2000 നവംബർ 2 മുതൽ നിലയത്തിൽ മുഴുവൻ സമയവും മനുഷ്യ സാന്നിധ്യമുണ്ടായിരുന്നു. യൂറോപ്യൻ സ്പേസ് ഏജൻസി അംഗരാജ്യങ്ങൾ US, റഷ്യ, കാനഡ, ജപ്പാൻ എന്നീ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഭാഗക്കാരാണ്. US 153 പേരെയും റഷ്യ 50 പേരെയും ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. 2021 വരെ 9 രാജ്യങ്ങളിൽ നിന്നായി 244 യാത്രികർ നിലയം സന്ദർശിച്ചിട്ടുണ്ടെന്നും നാസയുടെ കണക്ക് പറയുന്നു. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയം ഓരോ 90 മിനിറ്റിലും ഭൂമിയെ വലം വയ്ക്കുന്നുണ്ട്. 2024 വരെയുള്ള നിലയത്തിന്റെ പ്രവർത്തന പരിപാടികൾ ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2031 രാജ്യാന്തര ബഹിരാകാശ നിലയം ഡീകമ്മീഷൻ ചെയ്യപ്പെടുമെന്ന് ഒരു കൂട്ടം വിദഗ്ധർ പറയുന്നു. ഇതോടെ നാസയുടെ ഈ മേഖലയിലെ അപ്രമാദിത്വത്തിനും തിരശ്ശീല വീഴുമെന്നും അവർ കരുതുന്നുണ്ട്.